കൂത്താട്ടുകുളം നഗരസഭ UDF പിടിച്ചെടുത്തു. കേരളം വലത്തോട്ട് ചായുന്നു എന്നതിൻ്റെ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വെറും 3 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ LDFിൻ്റെ നഗരസഭ UDF പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. കൂത്താട്ടുകുളം നഗരസഭ അധ്യക്ഷയായി CPMൻ്റെ വിമത കലാരാജു തെരഞ്ഞെടുക്കപ്പെട്ടു. 12-നെതിരെ 13 വോട്ടുകൾക്കായിരുന്നു UDFിൻ്റെ വിജയം. അടുത്തിടെ നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ LDFിനെ പരാജയപ്പെടുത്താൻ UDFിനൊപ്പം നിന്ന സ്വതന്ത്ര കൗൺസിലർ PG സുനിൽകുമാർ വൈസ് ചെയർമാൻ ആയേക്കും. നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട വിജയ ശിവനാണ് കലാരാജുവിനോട് മത്സരിച്ചു തോറ്റത്. ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി കുര്യാക്കോസാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി വരിക എന്നാണ് അറിയുന്നത്. CPMൻ്റെ ധാർഷ്ട്യവും അധികാരത്തിൻ്റെ ഹുങ്കും സാധാരണക്കാരെ മറന്നപ്പോൾ അവർക്ക് നഗരസഭാ ഭരണം തന്നെ മറക്കേണ്ടി വന്നിരിക്കുകയാണ്. വലിയ കോലാഹലങ്ങൾ നടന്ന ഭരണസമിതിയാണ് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം നഗരസഭയിലേത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഉണ്ടായ തട്ടിക്കൊണ്ടുപോകൽ വിവാദമടക്കം നമ്മൾ കണ്ടതാണ്. ആ വിവാദത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കൂത്താട്ടുകുളം നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അന്ന് LDF ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന വിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ യോഗത്തിനെത്തിയ അന്നത്തെ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതാണ് വലിയ വിവാദങ്ങൾക്കും കോലാഹലങ്ങൾക്കും ഇടയാക്കിയത്. പിന്നാലെ തന്നെ സംഘർഷത്തെ തുടർന്ന് കൗൺസിൽ യോഗം അന്ന് ചേരാനായില്ല. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് പഞ്ചായത്ത് ഭരിക്കുന്ന CPMൻ്റെ ആ പഞ്ചായത്ത് ഉപയോഗിച്ചിരുന്ന കാറിൽ തന്നെയാണ് എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു. കലാരാജുവിനെ അന്ന് വൈകിട്ട് തന്നെ മോചിപ്പിക്കുകയും സംഭവവുമായി ബന്ധപ്പെട്ട് 2 CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അവിശ്വാസ പ്രമേയ ചർച്ച അലങ്കോലപ്പെടുത്തിയതിലും തട്ടിക്കൊണ്ടുപോകലിലും CPMനെതിരെ ഈ കലാരാജു ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതുവരെ CPMൻ്റെ സജീവ പ്രവർത്തകയായിരുന്ന CPMന് വേണ്ടി മത്സരിച്ച് വിജയിച്ച ഒരു അംഗം തന്നെ CPMകാർ തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം ആശുപത്രിയിൽ ചികിത്സ തേടിയതും നമ്മൾ കണ്ടു. അതിനുശേഷം അവർ UDF പാളയത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തന്നെ പുകച്ചു പുറത്ത് ചാടിച്ച മർദ്ദനം അടക്കം തനിക്കെതിരെ നേരിടേണ്ടി വന്ന CPMനെതിരെ പക തീർക്കുന്ന തരത്തിലായിരുന്നു അവർ UDF പാളയത്തിൽ ഉറച്ചു നിന്നത്. ഇതിൻ്റെ ബാക്കിയാണ് ഈ മാസം ആദ്യം നഗരസഭയിൽ UDF വീണ്ടും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഇത്തവണ കലാരാജു UDFന് തന്നെ വോട്ട് ചെയ്തു. അതുപോലെ തന്നെ സ്വതന്ത്രാംഗം സുനിൽകുമാറും UDFനൊപ്പം നിന്ന് വോട്ട് ചെയ്തതോടെ LDFന് അങ്ങനെ ഭരണം നഷ്ടമായി. 11-നെതിരെ 13 വോട്ടുകൾക്ക് UDF തകർപ്പൻ വിജയം നേടുകയും ചെയ്തു. കൂത്താട്ടുകുളത്ത് LDF മുന്നണിക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു ഭരണസമിതിയാണ് ഇത്രയും വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയത്. 25-അംഗ കൗൺസിലിൽ LDFന് 13-ഉം UDFന് 11-ഉം ഒരു സ്വതന്ത്രൻ അങ്ങനെയായിരുന്നു കക്ഷിനില ഉണ്ടായിരുന്നത്. എന്നാൽ കലാരാജുവും സുനിൽകുമാർ എന്ന സ്വതന്ത്രനും പിന്തുണച്ചതോടെ അവിശ്വാസം പാസ്സാകുകയായിരുന്നു. അങ്ങനെ കൂത്താട്ടുകുളം നഗരസഭയുടെ ഭരണം UDFൻ്റെ കൈകളിലെത്തുമ്പോൾ വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ അതിൽ കോൺഗ്രസിനും UDF മുന്നണിക്കും വലിയ കരുത്താണ് ഇത് നൽകുന്നത്. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനാണ് ഇതിനുള്ള ചുക്കാൻ പിടിച്ചത്. ഒപ്പം സ്ഥലം MLA ആയ അനൂപ് ജേക്കബും എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും UDFൻ്റെ ഭരണം ലഭിക്കുന്നതിനായുള്ള ചരടുവലികളെല്ലാം നടത്തിക്കൊണ്ടേയിരുന്നു. ഏതായാലും ഒരു മധുര പ്രതികാരം എന്നോണം തന്നെ മാസങ്ങൾക്ക് മുൻപ് CPMകാർ തട്ടിക്കൊണ്ടുപോയ അതേ കാറിൽ ഇനി ചെയർപേഴ്സണായി കലാരാജു യാത്ര ചെയ്യും.